CBSE 12ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിൽ ഗുരുതരമായ വീഴ്ചയെന്ന കണ്ടെത്തൽ. ഓൺ സ്ക്രീൻ മാർക്കിംഗ് ട്രയൽ റണ്ണിൽ തന്നെ പിഴവുകൾ കണ്ടെത്തിയിരുന്നു എന്നാണ് ആഭ്യന്തര റിപ്പോർട്ട്. ഈ മുന്നറിയിപ്പ് അവഗണിച്ചാണ് പ്രധാന പരീക്ഷയിലും CBSE OSM ഉപയോഗിച്ചത്. ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്യാൻ കരാർ നൽകിയതിൽ ക്രമക്കേടുണ്ട് എന്ന ആരോപണം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ദില്ലിയിലെ 5 സ്കൂളുകളിൽ ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഓൺ സ്ക്രീൻ മാർക്കിംഗിന്റെ ട്രയൽ റൺ നടത്തിയത്. മൂല്യനിർണ്ണയം നടത്തുമ്പോഴും ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്യുമ്പോഴും പിഴവുകൾ സംഭവിക്കാമെന്ന് ട്രയൽ റണ്ണിൽ കണ്ടെത്തിയിരുന്നു. ഈ റിപ്പോർട്ട് അവഗണിച്ചാണ് 12ാം ക്ലാസ് പരീക്ഷയിൽ CBSE OSM നിർബന്ധമാക്കിയത്. ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്യാൻ ഹൈദരാബാദ് ആസ്ഥാനമായ കോംറ്റ് എഡ്യൂടെക്കിനാണ് CBSE കരാർ നൽകിയത്. കരാറിൽ ക്രമക്കേടുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മൂന്നാമത് നടത്തിയ ടെൻഡറിലാണ് കോംറ്റ് എഡ്യൂടെക്കിന് കരാർ ലഭിച്ചത്. കമ്പനിക്കായി കരാറിൽ നിബന്ധനകൾ പലതും ഇളവ് ചെയ്തു. സ്കാനിംഗ് ക്വാളിറ്റിയിലും ടെൻഡറിൽ പങ്കെടുക്കുന്ന കമ്പനികളുടെ യോഗ്യതയിലും കോംറ്റിന് ഇളവ് ലഭിച്ചു. കരാർ നൽകിയതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പിന്നാലെ OSM കരാർ വിവരങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. ദില്ലിയിലെ CBSE ആസ്ഥാനത്തേക്ക് NSUI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ റിപ്പോർട്ടർ ദില്ലി.